അപ്പോൾ നമ്മളൊരു ട്രിപ്പിൻ്റെ ഇടയിലായിട്ട് വന്നിരിക്കുന്നത് തഞ്ചാവൂരുള്ള നൈക്ക ബിരിയാണിയിലാണ്. ഇവിടെ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ 65 ബിരിയാണി എന്നിങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ബിരിയാണി അവൈലബിൾ ആണ്. കൂടാതെ തന്നെ ഒതൻറ്റിക് ആയിട്ടുള്ള ഇടിയപ്പവും ആട്ടുകൽ പായ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ മട്ടൻ ഡിഷും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ അതൊരു ഈവനിങ് സ്പെഷ്യൽ ഡിഷാണ്. നമ്മളിവിടെ എത്തിയിരിക്കുന്ന ഒരു ഉച്ച കഴിഞ്ഞുള്ള ടൈം ആയതുകൊണ്ട് തന്നെ അത് അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രൈ ചെയ്യാനും പറ്റിയില്ല. ചെറിയൊരു കോംപ്ലക്സിലാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അതുകൂടാതെ തന്നെ അവിടെ സ്റ്റേക്ക് പറ്റുന്ന രീതിയിൽ ഗ്രാൻഡ് അശോക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെയായിട്ട് വെജിറ്റേറിയൻ ഹോട്ടലായ അടയാർ ആനന്ദഭവനുണ്ട്. അപ്പോൾ അത്യാവശ്യം ലോങ് ട്രിപ്പൊക്കെ പോകുന്നവർക്ക് തഞ്ചാവൂർ വഴിയാണ് പോകണമെങ്കിൽ സ്റ്റേക്ക് പറ്റുന്ന ഒരു ഏരിയ ആണിത്. ഇന്നിപ്പോൾ അത്യാവശ്യം പീക്ക് ടൈം അല്ലാഞ്ഞിട്ട് പോലും അത്യാവശ്യം നല്ല റഷ് ഉള്ളൊരു ഹോട്ടലാണിത്. അപ്പോൾ നമുക്കിനി ഫുഡിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തേക്കുന്നത് മട്ടൻ ബിരിയാണി, ചിക്കൻ 65 ബിരിയാണി, മട്ടൻ ലിവർ റോസ്റ്റ് എന്നിവയാണ്. ഈ കാണുന്നതാണ് ചിക്കൻ 65 ബിരിയാണി. ഇതിൻ്റെ അകത്ത് ചിക്കൻ 65 മുകളിലേക്ക് തന്നെ വെച്ചേക്കണ കാണാം. അതുപോലെ തന്നെ കോഴിമുട്ട അവൈലബിൾ ആണ്. പിന്നെ ഈ കാണുന്നതാണ് മട്ടൻ ബിരിയാണി. അതിൻ്റെ അകത്ത് മുട്ടയും കൂടി വെച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഇത് കൊണ്ടുപോയി വയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു അരോമയുണ്ട്, നല്ലൊരു ഫ്ലേവർഫുൾ അരോമയാണ്. അതുപോലെ തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇത് അത്യാവശ്യം സ്പൈസിയാണ്. ഇതിൽ നല്ല അത്യാവശ്യം വില കൂടിയ റൈസാണ് ഉപയോഗിച്ചേക്കുന്നതാണ് തോന്നുന്നത്. നല്ല നീളം കൂടിയ കോളൻ റൈസാണിത്. മട്ടൻ ബിരിയാണിയിലാണെങ്കിൽ നല്ലോണം പീസസ് ഉണ്ട്. അത് തന്നെ വെല്ലൊന്നും ഇല്ലാത്ത നല്ല പീസസാണ്. പിന്നെ കഴിക്കാനായിട്ട് വാങ്ങിച്ചേക്കുന്നത് മട്ടൻ ലിവർ ഫ്രൈ ആണ്. പക്ഷേ വന്നിരിക്കുന്നത് മട്ടൻ ലിവർ റോസ്റ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കണ്ടിട്ട് വളരെ നോർമലായിട്ടുള്ളൊരു ഡിഷ് മാതിരിയാണ് തോന്നിയത്. അത്ര ഭയങ്കര അടിപൊളിയായിട്ടൊന്നും തോന്നിയില്ല. കഴിച്ചു നോക്കിയപ്പോഴും നമ്മളൊരു നോർമൽ മട്ടൻ ലിവർ റോസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ തന്നെ ലോക്കലി കിട്ടുന്ന മാതിരി തന്നെയാണ് കിട്ടുന്നത്. ഒരു വളരെ സ്പെഷ്യലായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ഇനി ബിരിയാണിയിലേക്ക് വരാം. ബിരിയാണി സെർവ് ചെയ്തേക്കുന്നതിൻ്റെ കൂടെ ഒരു സ്വീറ്റ് ഡിഷ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ആ സ്വീറ്റ് ഡിഷ്. അത് കഴിച്ചു നോക്കിയപ്പോൾ നമുക്കൊരു ഗുലാബ് ജാമുൻ ഉടച്ചിട്ട ഒരു ടേസ്റ്റ് മാതിരിയാണ് കിട്ടിയത്. പിന്നെ കൂടെ തന്നെ ഒരു സ്പെഷ്യൽ ഗ്രേവിയും കിട്ടി, ഒരു സാലഡും കിട്ടി. ബിരിയാണി റൈസ് ആസ് എക്സ്പെക്റ്റഡ് നല്ല ഫ്ലേവേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു മീഡിയം സ്പൈസി ആയിരുന്നു, നല്ല ടേസ്റ്റും ആയിരുന്നു, നല്ല അരോമയും ഉണ്ടായിരുന്നു. റൈസ് ചിക്കൻ 65 ബിരിയാണി റൈസും പിന്നെ മട്ടൻ ബിരിയാണി റൈസും ഓൾമോസ്റ്റ് സെയിം തന്നെയായിരുന്നു. വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ചിക്കൻ 65 നല്ല സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ മട്ടനും നല്ല അടിപൊളിയായിരുന്നു. നല്ല വെന്ത അടിപൊളി പീസസ് ആയിരുന്നു ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണി റൈസും ഒരു കഷ്ണം മട്ടനും പിന്നെ സ്പെഷ്യൽ ചാറും പിന്നെ ഒരു ഇച്ചിരി സാലഡും കൂടെ ചേർത്ത് കഴിക്കാനായിട്ട് സൂപ്പറാണ്. ഡിഫറെൻറ്റ് ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്ക് തഞ്ചാവൂർ വഴി പോവുകയാണെങ്കിൽ കയറാൻ പറ്റുന്ന ഒരു സ്പേസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.